നടത്തിയ വഴികൾ. ഞാൻ ഒരിക്കൽ ആലപ്പുഴയിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ കുറേ കാലം അവിടെ താമസിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഇടയായി. ഞാനവിടെ ഒരു വാടക ഭവനത്തിലാണ് താമസിക്കുന്നത്. അന്ന് ഞങ്ങളുടെ മൂത്ത കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഉള്ള സമയമാണ്. ഒരു ദിവസം രാവിലെ ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ രാവിലത്തെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് വീണ്ടും പോയി അല്പസമയം ഉറങ്ങാനിടയായി. ആ ഉറക്കത്തിനിടയിൽ എൻ്റെ വൈഫ് വന്ന് എന്നെ വിളിച്ചു, അച്ഛാ, ഗ്യാസ് തീർന്നുപോയി. ഞാൻ താമസിക്കുന്ന വീട്ടിൽ വിറകടുപ്പില്ല, വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പില്ല, ഗ്യാസിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അന്ന് രാവിലെ കുക്ക് ചെയ്യണമെങ്കിൽ ഗ്യാസ് വേണം. പക്ഷെ ഞങ്ങളുടെ ഗ്യാസ് തീർന്നുപോയി. ഞങ്ങളുടെ കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണം, ആ ദിവസം കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്ത് ചെയ്യും എന്നൊരു പിടിയില്ല. ഞാൻ വേഗത്തിൽ എൻ്റെ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു 300 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്ത ദിവസം എനിക്ക് തിരുവനന്തപുരത്തൊരു മീറ്റിങ്ങിന് കടന്നു പോകണം. ആ മീറ്റിങ്ങിന് പോകുവാനായി വണ്ടിക്കൂലിയായി മാത്രം എൻ്റെ പേഴ്സിൽ ഞാൻ ആ 300 രൂപ വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ 300 രൂപ കൊണ്ടൊരു ഗ്യാസ് കിട്ടില്ല. അന്ന് ഒരു ഗ്യാസിന് ഏതാണ്ട് 650-ലധികം രൂപ ആവശ്യമാണ്. അപ്പൊ ഈ 300 രൂപ കൊണ്ട് ഗ്യാസ് കിട്ടത്തില്ല. എന്തു ചെയ്യും? ഞാൻ അല്പം വിഷമിക്കാൻ തുടങ്ങി. കാരണം രാവിലെ എഴുന്നേറ്റ് വന്ന സമയം കൂടെയാണ്. കാപ്പി ഇടണമെങ്കിൽ ഗ്യാസ് ഇല്ലാതെ പറ്റുകയില്ല. ഞാനും എൻ്റെ വൈഫും കൂടി ചിന്തിച്ചു, എന്ത് ചെയ്യും? ഇത് വാങ്ങാനായിട്ട് ഇനി എന്താ നമ്മുടെ മുമ്പിലുള്ള വഴി? ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു വഴിയും കാണുന്നില്ല. അവസാനം ഞങ്ങളുടെ തൊട്ട് അടുത്ത് താമസിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്ന ഷീബ എന്ന് പറയുന്ന ഒരു ആൻറ്റിയുണ്ട്. എൻ്റെ മനസ്സ് പെട്ടെന്ന് പറഞ്ഞു, ഈ ആൻറ്റിയോട് ചെന്നിട്ട് കുറച്ച് കാശ് വാങ്ങിക്കാം. അടുത്ത ദിവസം മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പൈസ കൊടുക്കാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, പ്രാർത്ഥിക്ക്, ഞാൻ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം. അങ്ങനെ രാവിലെ ഞാൻ ആ വീട്ടിലെത്തി. ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ഗ്യാസ് തീർന്നുപോയി, പുതിയ ഗ്യാസ് എടുക്കണം, എൻ്റെ കയ്യിൽ അത്രയും പൈസയില്ല, ആൻറ്റി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നാളെ എനിക്ക് തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ ദൈവം തരും, അപ്പോൾ ഞാൻ ആൻറ്റിയുടെ കാശ് തിരിച്ചു തരാം. എന്നോട് ചോദിച്ചു, പാസ്റ്റർ എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു 500 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്റർ പൈസ ഇല്ലെന്നല്ല, പൈസയുണ്ട്, പക്ഷേ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുക, അത് ഇന്ന് കൊടുത്തു വിടേണ്ടതാണ്. കുഴപ്പമില്ല പാസ്റ്റർ, നാളെ പോയിട്ട് വാ, ഞാൻ അത് കഴിയുമ്പോൾ അടയ്ക്കാം എന്ന് പറഞ്ഞ് ഈ സഹോദരി എൻ്റെ കയ്യിൽ, അവരുടെ കയ്യിലുള്ള 1000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. 500 രൂപയാണ് ചോദിച്ചത്, പക്ഷെ എൻ്റെ കയ്യിൽ തന്നത് 1000 രൂപ. ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്ക് ഇത്രയും വേണം, പാസ്റ്റർ കാര്യം കൊണ്ടുപോകും, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള 1000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഈ പൈസയുമായി കാലിയായ കുറ്റിയും എടുത്തുകൊണ്ട് ഒരു 10 മണിയായ സമയം ഈ ഗ്യാസ് കൊടുക്കുന്ന ഏജൻസിയുടെ ഓഫീസിൽ ചെല്ലുകയും അവിടെ ബുക്ക് കൊടുത്ത് ഒരു ഗ്യാസ് എനിക്ക് കിട്ടി. അതുമായിട്ട് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻ്റെ വൈഫ് കാര്യങ്ങളൊക്കെ ചെയ്തു. അന്ന് ഞങ്ങൾ കുക്കൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നും ട്രാൻസ്പോർട്ടിൽ തിരുവനന്തപുരത്തേക്ക് മീറ്റിംഗ് കടന്നു പോവുകയാണ്. തിരുവനന്തപുരം മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുമ്പോൾ തമ്പാനൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നും മറ്റൊരു വാഹനത്തിൽ കയറി, മറ്റൊരു ബസ്സിൽ കയറി ഞാൻ എത്തേണ്ട പോയിന്റിൽ എത്തുവാനായി ഞാൻ യാത്ര ചെയ്ത് ആ സ്ഥലത്ത് എത്തി. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ എന്നെ കാത്ത് ഒരു ദൈവദാസൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇരുത്തിക്കൊണ്ട് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് ഫ്രഷായി. അവരെനിക്ക് കഴിക്കാൻ രാവിലെ ദോശ തന്നു, കഴിച്ചു. ശേഷം പ്രാർത്ഥന നടക്കുന്ന ആ ഹാളിലേക്ക് ചെന്നു. പ്രിയരെ,
അവിടെ ചെന്നപ്പോൾ സഹോദരന്മാര് എന്ന് പറയുന്നത് ഞങ്ങൾ 4 പേര് മാത്രം, സഹോദരിമാരെന്ന് പറയുന്നത് 3 പേര് മാത്രം. ഇത്രയും കൂടെ കൂട്ടിയാൽ എത്ര പേരുണ്ടോ അത്രയും ആളുകൾ മാത്രമേ ഈ പ്രാർത്ഥനയിലുള്ളൂ. ഞാനൊരു വലിയ മീറ്റിംഗ് പ്രതീക്ഷിച്ചാണ് പോയത്, വലിയൊരു ക്രൗഡ് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ആലയത്തിൽ വിരളെ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രം, ഒരു സാധുവായ ദൈവദാസനും അവരുടെ കുടുംബവും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു മീറ്റിംഗ് ആയിരുന്നു. ഞാൻ ശുശ്രൂഷിക്കാനായിട്ട് കയറി ചെല്ലുന്നതിന് മുമ്പ് ഈ പാട്ടുകൾ പാടി ദൈവമക്കൾ ആരാധിക്കുന്ന സമയം പരിശുദ്ധ ആത്മാവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഈ ദൈവദാസന്റെ കയ്യിൽ നിന്നും ഒരു 10 പൈസ വാങ്ങാൻ പാടില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പൈസ വാങ്ങിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഷീബ ആന്റിയുടെ പൈസ കൊടുക്കണം. അവരുടെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാനുള്ള പൈസ എടുത്താണ് എനിക്ക് തന്നത്. ഞാൻ ആന്റിയോട് വാക്ക് പറഞ്ഞതാണ്, അതുകൊണ്ട് എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാശ് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശുശ്രൂഷിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളം ശുശ്രൂഷിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് അവർ തന്ന അല്പം ആഹാരം കഴിച്ച് അതേ ബൈക്കിൽ ആ ദൈവദാസൻ ബസ് സ്റ്റാൻഡിലേക്ക് എന്നെ കൊണ്ടുവിട്ടു. ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബസ് വന്നു. ഞാൻ ബസ്സിൽ കൈ കാണിച്ചു. ബസ്സിലേക്ക് കയറാൻ നേരം ആ ദൈവദാസൻ എൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസ വെച്ച് തന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വേണ്ട, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഈ ക്യാഷ് തിരിച്ച് ആ ദൈവദാസന്റെ കയ്യിൽ ഞാൻ കൊടുത്തു. തിരിച്ച് ആ ബസ്സിൽ കയറിയ ആ സമയം മുതൽ എൻ്റെ മനസ്സ് തകർന്നു. എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. തിരികെ എങ്ങനെ ഞാൻ വീട്ടിലെത്തും? അടുത്ത ദിവസം ഷീബ ആന്റിയുടെ പൈസ എങ്ങനെ കൊടുക്കും എന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞിന് ഫീസ് അടയ്ക്കേണ്ട പൈസയാണ്. അത് കൊടുത്തില്ലെങ്കിൽ നാണക്കേട് മാത്രമല്ല, പറഞ്ഞൊരു വാക്ക് അത് വാക്ക് പാലിക്കാതെ വരും. അതുമാത്രമല്ല, അടുത്ത ദിവസം ചർച്ചിൽ ആ സഹോദരി വരുമ്പോൾ ആ സഹോദരി ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കും? ഇത്യാദി കാര്യങ്ങൾ ഉള്ളിലേക്ക് വന്നിട്ട് വലിയൊരു നിരാശ അകത്ത് കയറിയിട്ട് ഞാൻ ബസ്സിലിരുന്ന് കരയാൻ തുടങ്ങി. ബസ്സിലിരുന്ന് കരയുമ്പോൾ ഞാൻ ആരും കാണാതിരിക്കാൻ വേണ്ടി ആ സീറ്റിന്റെ മുന്നിലുള്ള സീറ്റിന്റെ ബാക്കിലെ കമ്പിയിലേക്ക് ഞാൻ കുനിഞ്ഞ് കൈവച്ച് ഇരുന്ന് കണ്ണുനീരോടെ കരയുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് മറ്റൊരാൾക്ക് ശല്യം ഉണ്ടാക്കാതെ ഒരു സൈഡിലേക്ക് മാറിയിരുന്ന് കരയുകയാണ്. കണ്ണിൽ നിന്നും വളരെ ശക്തമായ കണ്ണുനീര് വരുന്നുണ്ട്. ആ കരച്ചിലോടുകൂടെ ഞാൻ അല്പം കഴിഞ്ഞപ്പോൾ ആ ബസ്സിലിരുന്ന് ഉറങ്ങുവാനിടയായി. ആ ഉറക്കം നീണ്ട മണിക്കൂറുകൾ ആലപ്പുഴയിൽ വരുന്നതിന്റെ ശതമാനം ഞാൻ ഉറങ്ങാനിടയായി. നന്നായിട്ട് ഞാൻ ബസ്സിനകത്ത് ഉറങ്ങി. ആലപ്പുഴ ആകാറായപ്പോൾ ഏതാണ്ട് കായംകുളം ഭാഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ബോധമൊക്കെ വന്ന് ഞാനൊന്ന് ഉഷാറായി. അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഭയങ്കരമായ കനൽ കോരിയിട്ട വേദനയാണ്. രാത്രിയായി. നാളെ രാവിലെ എങ്ങനെ എൻ്റെ ഈ 1000 രൂപ തിരിച്ചു കൊടുക്കും? ഞാൻ പ്രതീക്ഷിച്ചത് കണക്കൊരു നന്മ എൻ്റെ കയ്യിൽ വന്നില്ല. എന്ത് ചെയ്യും എന്നറിയാൻ കഴിയാതെ വളരെ നിരാശയോടുകൂടെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു. അർദ്ധരാത്രിയായി. എൻ്റെ വൈഫ് കതക് തുറന്നു. ഞാൻ വീടിനകത്ത് കയറി. ഫ്രഷ് ആകാൻ, ഒന്ന് കുളിക്കാൻ വേണ്ടി ഞാൻ കടന്നുപോയി. ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വൈഫ് ആഹാരം എടുത്ത് ടേബിളിൽ വെച്ചു. ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി ഇരുന്ന് ഞാൻ അതിനു വേണ്ടി തയ്യാറാകുമ്പോൾ ഒരു എയർമെയിൽ കവർ എൻ്റെ അടുക്കൽ എൻ്റെ വൈഫ് കൊണ്ടുവച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊന്ന് തുറന്നു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു സാധാരണ കവറാണ്. കാരണം മൈൻഡ് മൊത്തം നാളെ എങ്ങനെ ആ കാശ് കൊടുക്കും, ആ സഹോദരി എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും എന്നുള്ളതാണ്. ആ വേദന എൻ്റെ മൈൻഡിൽ കിടക്കുക. ഞാൻ പക്ഷേ എൻ്റെ വൈഫിനെ ഇത് കാണിക്കുന്നില്ല. എനിക്ക് സാമ്പത്തികമൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചില്ല, ദൈവാത്മാവിനോട് പറഞ്ഞു വാങ്ങിക്കരുത് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നില്ല. ഈ കവർ അവിടെ വെച്ചിട്ട് ആ രാത്രിയിൽ എൻ്റെ വൈഫ് കിടക്കുവാനായിട്ട് കുഞ്ഞിൻ്റെ അരികിലേക്ക് പോയി. ഞാൻ ആഹാരം കഴിച്ച ശേഷം കൈ കഴുകിയിട്ട് ഈ കവർ തുറന്നു നോക്കുമ്പോൾ ഒരു ലെറ്ററാണ്. ആ ലെറ്ററിനകത്ത്
ഒരു ചെക്ക് ഇരിക്കുന്നു. നോക്കുമ്പോൾ ഏതാണ്ട് 15,000 രൂപയുടെ ചെക്ക്. എന്താ കാര്യം? വർഷങ്ങൾക്ക് മുമ്പ് ബിജു എന്ന് പറയുന്ന ഒരു സഹോദരനെ വിദേശ രാജ്യത്തേക്ക് പ്രാർത്ഥിച്ച് അയച്ചു. അദ്ദേഹത്തെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് കൂടെ ഞാനാണ്. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കുകയോ ഞാനിങ്ങ് എത്തിയെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. അന്ന് എനിക്ക് വിഷമമുണ്ടായിരുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, ഞാനിങ്ങ് എത്തി ക്ഷേമത്തോടെ എത്തി എന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു വേദനയുണ്ടായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടോട് പറയട്ടെ, കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വേദനയെ മറന്നു, ഈ വ്യക്തിയെ മറന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ദൈവദാസന് 15,000 രൂപ അയച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം അയച്ചു തന്ന ആ ലെറ്ററും ആ പൈസയുമാണ് ഞാൻ അന്ന് തിരുവനന്തപുരത്തെ ആ കൊച്ചു ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ഇവിടെ നിന്ന് നീ പണം വാങ്ങരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഞാൻ ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഒരു ഗ്യാസ് വാങ്ങിക്കാനുള്ള ചിലപ്പോൾ പൈസ കിട്ടിക്കാണും. പക്ഷേ അതിനപ്പുറത്തൊന്നും നടക്കില്ല. എന്നാൽ ദൈവാത്മാവ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ വിധേയപ്പെട്ടപ്പോൾ, ദൈവം പറഞ്ഞ വാക്ക് ഞാൻ കേട്ടപ്പോൾ, ദൈവം എനിക്ക് വേണ്ടി ഏലിയാവിന് കാക്കയെ കൊണ്ട് അട കൊണ്ട് കൊടുത്തു എന്നും കെരീത്തിലെ വെള്ളം കൊടുത്തു എന്നും സാരാഫത്തിലെ ഒരു വിധവയെ ഏലിയാവിന് വേണ്ടി കൽപ്പിച്ചാക്കി എന്നും വായിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ബിജു എന്ന് പറയുന്ന സഹോദരനെ വിദേശത്ത് നിന്നും മനസ്സ് തോന്നി അന്ന് രാവിലെ ആ പൈസ എൻ്റെ കയ്യിൽ വരത്തക്ക നിലയിൽ സ്വർഗം അത്ഭുതം ചെയ്തു. ഞാൻ പിറ്റേന്ന് രാവിലെ ബാങ്കിൽ പോയി ചെക്ക് മാറി. പ്രിയപ്പെട്ടവരെ, ആദ്യം ഞാൻ ആന്റിയുടെ പൈസ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തു. ദൈവം എത്ര നല്ലവനാണ്. ഒരു ഗ്യാസ് വാങ്ങിക്കാൻ ഭാരപ്പെട്ട സമയത്ത് ഏതാണ്ട് 10ലധികം ഗ്യാസുകൾ, അല്ല അതിൽ മേൽ ഗ്യാസ് വാങ്ങാനുള്ള പണം എൻ്റെ വീട്ടിൽ കൊണ്ടു തന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഇന്ന് രാവിലെ ഈ കഥ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ കടം അനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന, നാളെ ഓർത്ത് ഭാരപ്പെടുന്ന, ഞെരുക്കം അനുഭവിക്കുന്ന, ഇതേപോണക്ക് പല കാര്യങ്ങളും നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് നടക്കാതെ പോകുന്ന, അത് നിമിത്തം ഡിപ്രഷനിലേക്കും, അത് നിമിത്തം തകർച്ചയിലേക്കും, പരാജയത്തിലേക്കും, നിന്നയിലേക്കും, ക്രിസ്തുവിനുള്ള സ്നേഹത്തിനുള്ള പിന്മാറ്റത്തിലേക്കും പോയ ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മമണ്ഡലത്തിൽ ദൂത് പറയാ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയത്, ഞാൻ കരഞ്ഞത് കണ്ട, ഞാൻ നിലവിളിച്ചത് കേട്ട എൻ്റെ ദൈവം എന്നെ കൈവിടാതെ, മുഖം ലജ്ജിപ്പിക്കുവാൻ ഇടവരാതെ തക്ക സമയത്ത് കരുതി തന്ന എൻ്റെ യേശു നിങ്ങളെയും സഹായിക്കും. നിങ്ങൾക്കും ദൈവം വഴി തുറക്കും. എനിക്ക് ഗ്യാസ് എടുക്കാൻ പണം തന്ന ദൈവം, അല്ല അതിനപ്പുറം എൻ്റെ ആവശ്യങ്ങൾ കൂടെ അറിയുവാൻ എൻ്റെ കൈ നിറയെ പണം തന്ന ദൈവം, എൻ്റെ ദൈവത്തിന് നിങ്ങളെയും സഹായിക്കാൻ കഴിയും. അതാണ് യേശു. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ യേശുവിനറിയാം. യേശുവിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, യേശു നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. 5 അപ്പം കൊണ്ടേ 2 മീൻ കൊണ്ടേ 5000 പേരെ പോഷിപ്പിച്ചവനല്ലേ യേശു? അങ്ങനെയെങ്കിൽ നിങ്ങളെയും പോഷിപ്പിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കും, നിങ്ങളുടെ സ്ഥിതി മാറ്റും, നിങ്ങളുടെ കടം മാറ്റും, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ഏറ്റെടുക്കും, നിങ്ങളുടെ ദാരിദ്ര്യം ദൈവം നീക്കും. ഒന്നും കൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി നാളെ ഈ സമയത്ത് ഒരത്ഭുതം ചെയ്യും. വിശ്വസിക്കുക, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ.